എന്ത് രസമല്ലേ സൂര്യനെ കാണാൻ. നമ്മളെ കൂടെ നമുക്ക് മുന്നിൽ വഴികാട്ടിയായിട്ട് നടക്കണ പോലെ ഉണ്ടായിരുന്നു. കുറേ കാലമായിട്ട് എല്ലാവരും പറഞ്ഞു കേട്ട ഒരു സ്ഥലത്താട്ടോ ഇന്ന് പോയത്. ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്. അങ്ങനെ അവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇത്രയും വാഹനങ്ങൾ നിർത്തിയിട്ടും അതിൻ്റെ ഒരു ശൈല്യമോ അതിൻ്റെ ഒരു തിരക്കോ ഒന്നും അവിടെ കാണാനില്ല. നിറയെ കൽമണ്ഡപങ്ങളും ആ ഒരു സെൻട്രൽ സ്പേസ് കണ്ടു. അവിടെയാണ് രവിശങ്കർ ഇരുന്ന് നമുക്ക് യോഗ ക്ലാസ് ഒക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് വന്നപ്പോൾ അവരുടെ മെയിൻ യോഗാശ്രമം കാണാൻ പറ്റി. രണ്ട് സൈഡിലും ജലധാരയും അരയന്നങ്ങളൊക്കെ ആയിട്ട് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ നമുക്കൊരു പീസ്ഫുള്ളായ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഇതാണ് നൈറ്റ് ഇവിടെ ലൈറ്റ് തെളിയുമ്പോഴുള്ള വ്യൂ. നല്ല രസമാണ് കാണാൻ. ആ രാവിലത്തെ ആ ഒരു വ്യൂ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് മൊത്തത്തിൽ ആ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് എല്ലാം മാറും. അവിടുത്തെ പെയിൻറ്റിങ്സ് കണ്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് നടന്നു വന്നപ്പം സെൻട്രലായിട്ട് ഒരു നന്ദിയുണ്ട്. അപ്പം നന്ദിയുടെ ചെവിയിൽ എന്ത് പറഞ്ഞാലും നടക്കുന്ന കേട്ടോ പറയപ്പെടുന്നത്. പൊന്നു പെട്ടെന്ന് തന്നെ ചാടിക്കയറി അവളുടെ ആഗ്രഹം പറഞ്ഞു. പക്ഷേ ചെവി പൊത്തിപ്പിടിക്കാൻ മറന്നുപോയി. അപ്പോൾ എന്താ പ്രശ്നം, പറയുന്ന കാര്യമൊക്കെ പുറത്തു പോകും. ഞാനത് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് മറ്റേ ചെവിയൊക്കെ അടച്ചു പിടിച്ച് എനിക്ക് പറയാനുള്ള എല്ലാ കാര്യവും സ്പീഡിൽ പറഞ്ഞു കേട്ടോ. അപ്പം അതൊക്കെ നടക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് മുന്നോട്ട് വന്ന് മെയിൻ യോഗാശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ ഫോൺസ് അലൗഡാണ്, പക്ഷേ സൈലൻറ്റ് മോഡിൽ ഇടണമെന്ന് കാണിച്ചത് കൊണ്ട് ഞാൻ പിന്നെ അധികം വീഡിയോസ് ഒന്നും കവർ ചെയ്തില്ല. കുറച്ച് അവിടെ ഇരുന്ന് ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് എൻജോയ് ചെയ്ത് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ചുറ്റും ഒന്ന് നടന്ന് കണ്ടു. അതും നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു ചിത്രപ്പണികളായിരുന്നു എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് വർത്തമാനം പറഞ്ഞു. പിന്നെ നമ്മളുടെ യോഗാശ്രമത്തിൻ്റെ മുകളിലെ മകുടം കണ്ടോ, അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതും കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് അവിടെ നിന്ന് പതുക്കെ അങ്ങനെ തിരിച്ച് ഞങ്ങൾ നടന്നു വന്നത് നമ്മൾ ആദ്യം വന്ന ആ ഒരു ഓപ്പൺ സ്പേസിലേക്കായിരുന്നു. അവിടുത്തെ കൽമണ്ഡപങ്ങൾ കണ്ടോ, ലൈറ്റ് തെളിഞ്ഞപ്പോൾ അതിൻ്റെ ഭംഗി തന്നെ ആകെ മാറിയില്ലേ. മൊത്തത്തിൽ പ്രകാശം നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ, എന്നാൽ കംപ്ലീറ്റ്ലി പീസ്ഫുള്ളായിട്ട്. അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ ഒന്നും കൂടെ ചുറ്റിക്കണ്ട് പതുക്കെ നമ്മൾ തിരിച്ചു പോകാൻ നോക്കി. അപ്പോഴാണ് പൊന്നിനൊരാഗ്രഹം, എന്തായാലും നല്ല രസമുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യണത്. അങ്ങനെ അശ്വിനേട്ടൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഒരു മുറൈ വന്ന് പാത്തായുടെ തോം 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 ഒക്കെ ഇട്ട് പൊന്നു അവിടെ നിന്ന് ഡാൻസ് ചെയ്തു. അപ്പോൾ ഞാൻ ആ സോങ് ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ വോയിസ് ഇതിൽ വന്ന ആ വീഡിയോ പുറത്തുവിടില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ പിന്നെ അത് മ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നടന്ന് ഇവരുടെ ഒരു ബുക്സും ഫോട്ടോസൊക്കെ സെല് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ എത്തിയേ കണ്ടോ, ഈ കോഡ്സ് നമുക്ക് എന്തോ ഒരു മനസ്സമാധാനം തരുന്നില്ലേ. അതാണ് അവരുടെ ലക്ഷ്യവും. നമ്മൾ ടെൻഷനിലും വർക്ക് പ്രഷറിലൊക്കെ വരുമ്പോൾ നമ്മളെ കംപ്ലീറ്റ്ലി ഒന്ന് ഫ്രീ ആക്കുക. അങ്ങനെ അവിടെ ഒന്ന് ചുറ്റിക്കണ്ട് പതുക്കെ നമ്മൾ പിന്നെ തിരിച്ചിറങ്ങിയ ചെറിയൊരു ഫുഡ് കോർട്ട് കണ്ടു. അങ്ങനെ ഫുഡ് കോർട്ടിലെത്തി ഞാൻ ട്രൈ ചെയ്തത് അമല ജ്യൂസ് ആയിരുന്നേ. ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, നെല്ലിക്ക അരിഷ്ടം. വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ ധൈര്യമുള്ളവർക്ക് മാത്രം ഇവിടെ ട്രൈ ചെയ്യാം, അത്ര ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഒക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.